സഹപാഠിയായ സുഹൃത്തിൻ്റെ വാച്ച് കണ്ടപ്പോൾ ക്ലാസ്സിലെ കുട്ടികളിലൊരുത്തിനൊരു മോഹം, ആ വാച്ച് ഒന്ന് കിട്ടണം. പക്ഷേ ചോദിച്ചെങ്കിലും ലഭിച്ചില്ല. അതോടെ അവൻ ആ വാച്ച് മോഷ്ടിച്ച് പോക്കറ്റിലിട്ടു. വാച്ച് നഷ്ടപ്പെട്ട കുട്ടി കരച്ചിലോട് കലജിൽ, എൻ്റെ വാച്ച് പോയേ, എൻ്റെ വാച്ച് പോയേ. ഇതോടെ അധ്യാപകൻ എല്ലാ കുട്ടികളെയും വരി വരിയായി നിർത്തി. കണ്ണടയ്ക്കാൻ പറഞ്ഞു. കുട്ടികളുടെ കീശകൾ ഓരോന്നായിട്ട് പരിശോധിച്ചു. വാച്ച് കണ്ടെത്തി. പക്ഷെ അധ്യാപകൻ പരിശോധന നിർത്തിയില്ല. പരിശോധന തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവരുടെയും പോക്കറ്റ് തപ്പിയ ശേഷം വാച്ച് കുട്ടിക്ക് തിരികെ നൽകി. മോഷ്ടിച്ചത് ആരെന്ന് ആരോടും പറഞ്ഞില്ല. മോഷ്ടിച്ചവൻ അധ്യാപകന്റെ രൂപത്തിൽ അന്ന് ശരിക്കും ദൈവത്തെ തൊട്ടുമുന്നിൽ കണ്ടു. അധ്യാപകൻ അവനെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് അവൻ തീരുമാനമെടുത്തു. കാലമേറെ കഴിഞ്ഞപ്പോൾ അവനും ഒരു അധ്യാപകനായി. തൻ്റെ ആ പഴയ അധ്യാപകനെ അവൻ പിന്നീട് ഒരിക്കൽ കണ്ടു. എന്നാൽ അവനെ അധ്യാപകൻ തിരിച്ചറിഞ്ഞില്ല. അവൻ ആ വാച്ച് മോഷണം അധ്യാപകനെ ഓർമ്മിപ്പിച്ചു. തന്നെ കൂട്ടുകാർക്കിടയിൽ കള്ളനാക്കാത്തതിന് അവൻ നന്ദി പറഞ്ഞു. എന്നാൽ ചെറിയൊരു മന്ദഹാസത്തോടെ അധ്യാപകൻ പറഞ്ഞു, ഞാനും അന്ന് കണ്ണടച്ചുകൊണ്ടാണ് ആ കീശകൾ പരിശോധിച്ചത്. എനിക്കറിയില്ലായിരുന്നു ആരാണ് വാച്ച് മോഷ്ടിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കുട്ടികളുടെ ചെറിയ കുറ്റങ്ങളിൽ അവരെ ക്രൂശിക്കാതെ തെറ്റവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അവിടെ തെറ്റുകൾ പർവ്വതീകരിച്ച് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാനുള്ള ഒരു സാഡിസ്റ്റിക് പ്രഷർ കണ്ടെത്തുന്നവരാണ്. എങ്കിലത് ഉപേക്ഷിച്ചേക്കും. തൻ്റെ വിദ്യാർത്ഥികൾ അത് മോഷ്ടിക്കില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട്, അതാരാണെന്ന് എനിക്കറിയണ്ട എന്ന് കരുതിക്കൊണ്ട് കണ്ണടച്ചുകൊണ്ട് പരിശോധിച്ച അധ്യാപകനാണ് എൻ്റെ ഹീറോ. കാരണം അധ്യാപകൻ്റെ മനസ്സിൽ അവനെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അവൻ നാളെയുടെ പ്രതീക്ഷയാണ്. അവനിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ആ കുഞ്ഞുങ്ങളെ തളർത്താതിരിക്കുക.